അവധിക്കാലമാണ്. കുട്ടികൾ ബന്ധുവീട്ടിലും മറ്റും പോകും. അവിടെ ചെറു ചാലുകളും അല്ലെങ്കിൽ പാറയിടുക്കിൽ നിന്നും വരുന്ന വെള്ളം ഒക്കെ കാണാനായിട്ട് അവർക്ക് ഭയങ്കര രസമാണ്. അഡ്വഞ്ചറസ് ആണല്ലോ കുട്ടികൾ. എന്ത് അഡ്വഞ്ചറിലും എടുത്ത് ചാടാനായിട്ട് അവൻ്റെ മനസ്സ് കുതിച്ചുകൊണ്ടിരിക്കും. ആരും കാണാതെ അവിടെയുള്ള ചേട്ടൻ്റെ സൈക്കിൾ എടുത്തുകൊണ്ട് റോഡിലേക്ക് പോവുക, അല്ലെങ്കിൽ ഈ പാറക്കെട്ടിലേക്ക് പോവുക, അവിടെ നിന്ന് സെൽഫി എടുക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ പാറമഴയിൽ വെള്ളത്തിൽ കുളിക്കാനിറങ്ങുക, അല്ലെങ്കിൽ ചെറിയ അരുവികൾ കണ്ടാൽ അതിലേക്ക് ഇറങ്ങുക, നദിയിലിറങ്ങി കുളിക്കുക, അങ്ങനെ പല കാര്യങ്ങളും അവൻ ചെയ്യുന്നുണ്ടാവും. അമ്മയുടെ വീട്ടിലേക്ക്, അതായത് അമ്മൂമ്മയുടെയോ അല്ലെങ്കിൽ അച്ചമ്മയുടെയോ വീട്ടിലേക്കായിരിക്കാം മിക്കവാറും പോവുക, അല്ലെങ്കിൽ കസിൻസിൻ്റെ വീട്ടിലായിരിക്കും. അവിടെയുള്ള മുതിർന്നവർ എപ്പോഴും ഇവരുടെ പുറകെ നടക്കണമെന്നില്ല. അവർക്ക് വീട്ടുജോലികൾ കാണും. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ വേറെ വീട്ടിലേക്ക് അയക്കുമ്പോൾ അവർക്ക് മുന്നറിയിപ്പ് നൽകുക. എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇതൊക്കെ അപകടകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകാതിരിക്കുക. ഓരോ ദിവസവും പത്രം എടുത്ത് നോക്കുമ്പോൾ മുങ്ങി മരിച്ച കുഞ്ഞുങ്ങളുടെ പടം കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നും. അതുകൊണ്ട് പറയുകയാണ്, കുഞ്ഞുങ്ങളോട് വളരെയധികം ഉപദേശിച്ചു വിടുക. ആവശ്യമില്ലാത്ത ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കുക. നിനക്ക് പരിചയമില്ലാത്ത കുളങ്ങളിലും അതുപോലെ തന്നെ നദികളിലും കുളിക്കാതിരിക്കുക. എപ്പോഴും വേണമെങ്കിലും മലവെള്ളപ്പാച്ചിലുണ്ടാകാം നദികളിൽ. അത് കുട്ടികൾ വിചാരിക്കില്ല, അവരെ തൂക്കിയെടുത്തുകൊണ്ട് പോകും. അതൊക്കെ അവർ മുന്നറിയിപ്പ് നൽകുക. പിന്നെ എങ്ങനെയാണ് വേറൊരു വീട്ടിൽ പോകുമ്പോൾ പെരുമാറേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുക. അവരെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുക. അവർ ദീർഘായുസ്സുള്ളവരാകട്ടെ.